നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൻ്റെ അകത്ത് പുതിയൊരു രാഷ്ട്രീയ ഏകോപന സംവിധാനം ഉണ്ടായിരിക്കുകയാണ്. ടുഗദർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പ്രതിപക്ഷ സംഘത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിൽ നിന്ന് ഇസ്രായേൽ വിരുദ്ധരായിരിക്കുന്ന വിഭാഗത്തെയും സംയുക്തമായി ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയത്. അവർ പറയുന്നു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി നെതന്യാഹു എത്ര കാലം തുടരുന്നോ അത്ര കാലം അതിൻ്റേതായിരിക്കുന്ന പ്രയാസ ബുദ്ധിമുട്ടുകൾ ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അയാൾ ഒഴിവാക്കുക, പുതിയ സംവിധാനങ്ങൾ വരുത്താൻ ആവശ്യമായിരിക്കുന്ന നടപടിയെടുക്കുക, വലിയ രീതിയിൽ പ്രക്ഷോഭ സമരങ്ങളും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് പ്രതികരണം നടത്തിയത്, തങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യ സംവിധാനം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു വിശാലമാക്കപ്പെട്ട ഇസ്രായേൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾക്ക് എതിർപ്പായി നിൽക്കുന്നത് ലോകത്തൊരു രാജ്യം മാത്രമേ ഉള്ളൂ, അത് ഇറാനാണ്. ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവരോടായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ UN സഭയിൽ കഴിഞ്ഞ അസംബ്ലി 2024 കാലത്തും 25 കാലത്തും നടന്നിരിക്കുന്ന 2 അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്ലേ കാർഡ് ഉയർത്തിക്കൊണ്ടാണ് ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ റൂട്ട് മാപ്പ് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അതിൽ സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ, അതിലിങ്ങനെ പോകുന്ന സമയത്ത് ഫാലസ്തീൻ സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ച് പരാമർശം പോലുമില്ല. ഫാലസ്തീൻ എന്ന് പറയുന്ന ഗസ പ്രദേശം, വെസ്റ്റ് ബാങ്ക് പ്രദേശം തങ്ങളുടെ ഭാഗത്തോട് കൂട്ടിച്ചേർക്കപ്പെടും, അത് ഇസ്രായേലായിട്ട് അറിയപ്പെടും. അതുമാത്രമല്ല ജോർദാൻ, ജോർദാൻ വെച്ചാൽ ഇസ്രായേലിൻ്റെ അതിർത്തി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ജോർദാൻ, അതും അങ്ങനെ തന്നെ. ലെബനാനും അങ്ങനെ തന്നെ. ലെബനാൻ കുറഞ്ഞൊരു ഭാഗം ഒഴിച്ച് ബാക്കിയല്ല, ഏകദേശം 65-70% എന്നൊക്കെയാണ് പറയുന്നത്, അതും കൂട്ടിച്ചേർക്കപ്പെടും. ഈജിപ്തിൻ്റെ ഒരു ഭാഗം കൂടും. സിറിയ ഇപ്പോൾ ഏതായാലും വീട് കഴിഞ്ഞു, അതിൻ്റെ ഒരു ഭാഗം കൂടും. ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഗോലാൻ കുന്നിൻ്റെ 3 ഭാഗവും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചില കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു, അതൊക്കെ ലംഘിക്കപ്പെട്ടു. ഇസ്രായേൽ എല്ലാം കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അങ്ങനെ ജോർദാൻ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് എവിടെയാണ്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയുടെ സിംഹഭാഗവും പകുതിയിലധികം ഭാഗവും ഇസ്രായേൽ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെടും. പിന്നെ അവിടെ ശേഷിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഇറാഖിൻ്റെ ചില ഭാഗങ്ങൾ, അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു വിശാല സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി എന്നെ ദൈവം നിയോഗിച്ചതാണ്, അതിൻ്റെ പ്രവർത്തനമാണ് തങ്ങൾ നടത്തുന്നത് എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ തങ്ങൾ അത് ലോകത്തോട് പറയപ്പെട്ടിട്ടുണ്ട്. അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളും സഹകരിക്കണം, ഞാൻ ദൈവം അതിനായിട്ട് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അന്ന് അവിടെ വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇസ്രായേലിയർ എന്ന് പറയുന്ന ജൂത വിഭാഗങ്ങളിൽപ്പെട്ട നല്ലൊരു ബഹുഭൂരിപക്ഷം ആളുകളും ഇസ്രായേൽ ഗവൺമെൻറ് സംവിധാനത്തിന് നിലപാടിനെതിരാണ്. മറ്റു രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് അവരുടെ നിരപരാധികളെ വെടിവെച്ച് കൊല്ലുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു തിരിച്ചടി ആ തലമുറയിൽ വരാൻ പോകുന്ന തലമുറ ഇസ്രായേലിനെതിരെ നടത്തുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം വിഷണ്ണമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അപ്പോൾ ഇതിൽ ഉരുത്തിരിയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, ടുഗദർ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഭാവി ഇസ്രായേലിൻ്റെ ജീവിത രീതികളും അവസ്ഥകളും ഭയാനകരമായിരിക്കും എന്ന തരത്തിൽ. നിലനിൽക്കാൻ പറ്റാത്ത വിധം മറ്റ് രാജ്യത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇരട്ട പൗരത്വമുള്ളവർ നല്ലൊരു ശതമാനം തന്നെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ മറ്റ് മേഖലയിലേക്കോ അഭയം തേടി പോയിട്ടുണ്ട്. അത് അയൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്നവരും വിരളമല്ല, കൂടുതലാണ്. എന്നാൽ അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണുള്ളത്. കാര്യം ഭാവിയിൽ അവിടെ സുരക്ഷിതമല്ല. അമേരിക്കക്ക് പോലും സുരക്ഷിതമില്ലാത്ത ഇടത്ത് ജൂത വിഭാഗങ്ങൾക്ക് എങ്ങനെ സുരക്ഷിതമുണ്ടാവും എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ യുദ്ധം അങ്ങോട്ട് കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലേക്ക് ലോകാടിസ്ഥാനത്തിൽ ജൂത വിഭാഗം എത്തുമെന്ന് ഭയപ്പെടുന്നു. കാര്യമെന്ന് പറയുന്നത് വംശീയ ഹത്യയാണ്. യുദ്ധമല്ല യഥാർത്ഥത്തിൽ ഗസയിൽ നടന്നത്, വംശീയ ഉന്മൂലനമാണ്. ലെബനാനിൽ നടക്കുന്നത് വംശീയ ഉന്മൂലനമാണ്. അതിന് പരിണിത ഫലമാണ്, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഏറെക്കുറെ ഇറാനിൽ നടന്നത്. 186ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ, അത് സ്കൂളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഭരണ സംവിധാനമാണ് നിങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യം പോലും ഈ പറയപ്പെട്ട ടുഗദർ ചോദിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിനെ ആക്രമിക്കേണ്ടത്, ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നിങ്ങൾ യുക്രൈനിലേക്ക് നോക്കൂ. ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ ഈ റഷ്യ
എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികർ ആക്രമിക്കുന്നത് ഉക്രൈൻ എന്ന് പറയുന്ന സൈനികരാണ്, രാജ്യത്തെ സൈനികർ, സാധാരണക്കാരല്ല. അപൂർവമായിട്ട് മാത്രമാണ് അവിടെ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത്. സൈനിക മേഖല കൃത്യമായ രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമിക്കുന്നത്. അങ്ങനത്തെ ഒരു സംവിധാനമല്ല ഇസ്രായേൽ ചെയ്യുന്നത്, അമേരിക്ക ചെയ്യുന്നത്. അവർ വംശീയ ഉന്മൂലനം, ആളുകളെ കൊലപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അപ്പോൾ ആളുകളെ കൊലപ്പെടുത്തുക എന്ന് പറയുന്ന സമയത്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ലോകത്തോട് പറയാം, ഞങ്ങൾ ബോംബിട്ടിക്കൊണ്ട് ഇത്ര ആളെ കൊന്നിട്ടുണ്ട്. അത് എന്നിട്ട് എന്ത് ചെയ്യും? ഒന്നുകിൽ ഹമാസിൻ്റെ ആളാണെന്ന് പറയും, ഇറാനിലാണെങ്കിൽ അവിടുത്തെ സൈനികരാണെന്ന് പറയും, ഇവിടെ ലെബനാനിലാണെങ്കിൽ സാധാരണക്കാർ മരിച്ചാൽ ഹിസ്ബുള്ള ഗ്രൂപ്പാണെന്ന് പറയും, ഈ യമനിലാണെങ്കിൽ അവിടെ മരിച്ചത് ഊത്തികളാണെന്ന് പറയും. മരിക്കുന്ന സാധാരണക്കാരാണ്. യുദ്ധം ചെയ്യുന്നവർക്ക് കൃത്യമായ രീതിയിൽ അറിയാം തങ്ങൾക്ക് നേരെ ആക്രമം വരും എന്നുള്ളത്. അതുകൊണ്ട് അവർ ഒളിസംഖ്യാത്തിലോ അല്ലെ മാറി നിൽക്കുകയോ മറ്റെന്തോ പ്രവൃത്തികൾ ചെയ്യും. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ കൊലപ്പെടുത്തുക എന്നുള്ള പ്രവൃത്തി ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറയുന്ന കാര്യം തങ്ങളുടെ കൃത്യമായിരിക്കുന്ന ഒരു ലക്ഷ്യം 1948 കാലത്ത് ലോകത്തോട് മുഴുവനും ഇസ്രായേൽ ആഹ്വാനം ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. ചിതറിക്കിടക്കുന്ന ജൂത വിഭാഗങ്ങളെ നിങ്ങളുടെ ദൈവരാജ്യം പൂർത്തീകരിക്കുന്നു, ഇങ്ങോട്ട് വരിക. എല്ലാ മേഖലകളിൽ നിന്നും ഭൂമി വിറ്റും ഈ വീടുകൾ വിറ്റും തൊഴിൽ ഒഴിവാക്കിയിട്ടും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നല്ലൊരു ശതമാനം ഇസ്രായേലിലേക്ക് വന്നു. അന്ന് ജനസംഖ്യ വളരെ കുറവായിരുന്നു. ജനസംഖ്യ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മുടെ രാജ്യത്ത് നിന്ന് കേരളത്തിലെ കൊച്ചിയിൽ നിന്ന് പോലും അവിടെ സെനഗോലും എന്ന് പറയുന്ന അവരുടെ ആരാധന മേഖല ഒഴിവാക്കിക്കൊണ്ട് ഇസ്രായേലിലേക്ക് പോയവരുണ്ട്. എന്നാൽ ഇന്ന് അവർ പെട്ടുപോയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഏതായാലും നിലനിൽക്കാൻ കഴിയുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഏത് സമയം ആക്രമണം ഉണ്ടാവും എന്ന ഭയപ്പാടിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. കൃത്യമായ രീതിയിലുള്ള ഒരു സംരക്ഷണം ഭാവിയിൽ ഉണ്ടാകും എന്ന് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റാത്ത വിധം മാനസികപരമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളും അവിടുത്തെ ജനങ്ങളും ലോകരാജ്യങ്ങളും ഇസ്രായേൽ ജനങ്ങളും അകന്നു പോയിരിക്കുന്നു. അത് ഏതെങ്കിലും ഭാഗങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പല രൂപത്തിലും പല രീതിയിലുമാണ് അത് പ്രകടമാവുക. അതിൻ്റെ മുറിപ്പാട് ഉണക്കാൻ പറ്റാത്തതാണ്. അത് വലിയ പ്രയാസമുണ്ടാകുന്ന കാര്യമാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഘർഷാവസ്ഥ രീതിയിലോ അല്ലെങ്കിൽ പ്രയാസമുള്ള രീതിയിലോ അവിടുത്തെ ജനങ്ങൾ മാറുന്നു. അതായത് യുദ്ധവിരുദ്ധ റാലിക്കാർ, ജനകീയ പ്രക്ഷോഭക്കാർ ഇവരെല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ സംഘടിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ അവിടുത്തെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന ഒരു മാറ്റമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇതാണ് ഭയപ്പാടുണ്ടാക്കുന്നത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഇങ്ങനെ ജനങ്ങൾ അകന്നു പോകുമെന്ന് ഒരിക്കലും അവർ കണക്ക് കൂട്ടിയിട്ടില്ല. ഏതൊരു പ്രതിസന്ധി ഉണ്ടായാലും രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് അവർ വിശ്വസിച്ചു. കാരണം ഇറാനിൽ അങ്ങനെയാണ്. പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത്, ഇറാന് നേരെ ആക്രമണം ഉണ്ടായ സമയത്ത് ജനങ്ങളെല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഇറാനോടൊപ്പം ചേർന്ന് നിന്നു. ആ ചേർന്ന് നിൽക്കുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടി. അങ്ങനെ അവിടെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രയാസവും അതിൻ്റെ ബുദ്ധിമുട്ടും അവർ അനുഭവിക്കുന്നു. അതുകൊണ്ട് ടുഗദർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഒന്നിച്ച് നീങ്ങിക്കൊണ്ട് ഇസ്രായേൽ ഭരണകൂടത്തിലുള്ള ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ മാറ്റി പുതിയ സംവിധാനം ഉണ്ടാകുന്നത് വരെ തങ്ങൾ പ്രക്ഷോഭവും സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള നിലപാടാണ് അവരുടെ ആ ഭാഗത്തോളം ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യം ജയിക്കാൻ വേണ്ടി ചേർന്ന് നിൽക്കണം എന്നുള്ള നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ളത്. പക്ഷേ അതൊരിക്കലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നീങ്ങാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.